വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഈ 5 കൊല്ലത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടാൻ പോകുന്ന പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് മുസ്ലിം ലീഗ് ആണെന്നുള്ളത്. നേരത്തെ BJP മുസ്ലിം ലീഗിനെ നല്ലപോലെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അറിയാലോ, BJP എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, മുസ്ലിം ലീഗിനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് മുസ്ലിംസിനെതിരെയാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും ഇവരെടുക്കുന്ന ഒരു ഇരവാദമാണത്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിനകത്ത് ഒരു സ്ത്രീ ആണെങ്കിൽ ആ ബസ് തല്ലി തകർക്കുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അത് വലിയ വിവാദമായപ്പോൾ അവർ പറഞ്ഞൊരു ഡയലോഗാണ്, എന്റെ തട്ടം നോക്കി എന്നെ ആക്രമിക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല. അവര് ബസ്സിനകത്ത് നടത്തിയ ആക്രമണമാണ് മെയിൻ ആയിട്ടുള്ള അതിലെ വിഷയം എന്ന് പറയുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ മുസ്ലിം ലീഗിനെ BJP എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, മാറാട് കലാപത്തിൽ നിങ്ങൾ തോമസ് പി കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് നിങ്ങളുടെ പ്രതിനിധി അത് ഇഗ്നേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ പുറത്ത് BJP വിടുമ്പോൾ, അയ്യോ BJP ആണ് വിടുന്നത്, മുസ്ലിംസിനെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനാണ്, ഇത് മതേതര പാർട്ടിയാണ് എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നിന്ന് ഇന്ന് ഇവിടെയുള്ള സാധാരണ ഹിന്ദുക്കൾ പറഞ്ഞു തുടങ്ങി, മാറാട് കലാപത്തിൽ നിങ്ങളുടെ പങ്കില്ലേ എന്ന് പറഞ്ഞു തുടങ്ങി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് LDF മുസ്ലിം ലീഗിനെ എക്സ്പോസ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്, കൂടെ SNDP ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഭരണം തുടങ്ങിയ അന്നു മുതൽ ഈ ലീഗിന്റെ അട്രോസിറ്റീസ് കാണുകയാണ്. ലീഗ് പറയും ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. 1947 മുമ്പ് പാകിസ്ഥാൻ വേണം എന്നുള്ള ഒരു നമ്മുടെ വിഭജന കാലഘട്ടത്തിൽ ഇവര് വിളിച്ചൊരു മുദ്രാവാക്യം വളരെ ഫേമസ് ആണ്, വിജയേട്ടൻ അറിയായിരിക്കും. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്നാണ് ഇവർ വിളിച്ചത് ആ സമയത്ത്. നെഹ്റു കോഴിക്കോട് വന്ന് പറഞ്ഞിട്ട് പോയത്, മുസ്ലിം ലീഗ് പാകിസ്ഥാനും വാങ്ങി പിരിഞ്ഞു പോയി, പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ ഒരു വാല് ഇങ്ങ് മലബാറി കിടപ്പുണ്ട് അന്ന് നെഹ്റു പറഞ്ഞതാണ്. ആ നെഹ്റുവിന്റെ കോൺഗ്രസ് ആണ് ഇന്ന് മുസ്ലിം ലീഗിനെ എടുത്ത് തലയിൽ വെക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി എടുത്ത് തലയിൽ വെക്കുന്നത്. അപ്പൊ ഈ ഒരു പോക്ക് തെരുവിലേക്ക് നീങ്ങുകയാണ്. കാരണം SNDPയുടെ നേതാവ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, SNDPയിലെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ വെട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു ഭാഷയിലൊക്കെ പ്രതികരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് SNDP. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മുസ്ലിം ലീഗ് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നത് ആരാടായി സുകുമാരൻ നായർ, ആരാടായി വെള്ളാപ്പള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ലീഗ് ആ പ്രവർത്തകർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതൊരു സൈഡിൽ നിൽക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോ വിദ്യാഭ്യാസ രംഗം എങ്ങനെ പോകുമെന്ന് അറിയില്ല. ഇപ്പോ പാഠപുസ്തക വിതരണം തുടങ്ങിയിട്ടില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്കൂൾ അധ്യാപകർക്കുള്ള പരിശീലനം തുടങ്ങിയിട്ടില്ല, 2. ഇതൊക്കെ തുടങ്ങണമെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ചേരണം. അപ്പൊ കേന്ദ്രം ഈ അവസരം നോക്കി പിടിമുറുക്കാൻ പോവുകയാണെന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. ഈ ചേരാതെ ഒരു നിവൃത്തിയില്ല. കാരണം VD സതീഷ് ഇപ്പൊ തന്നെ പറഞ്ഞ് കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച വിറ്റ് കിടക്കുകയാണെന്ന്. അങ്ങനെയല്ല. ഇത് ബാലഗോപാൽ പറയുന്ന 6000 കോടിയുണ്ട്. മെനങ്ങാന്ന് 4000 കോടിയായിരുന്നു, ഇന്ന് 2000 കോടി കൂടെ ചേർത്ത് 6000 കോടിയായി. 6000 കോടി അവിടെ മിച്ചമുണ്ട് എന്നൊക്കെയാണ് PN ബാലഗോപാൽ പറയുന്നത്. അപ്പൊ സതീശൻ വളരെ ടാക്ടിക്കലായിട്ട് പറയുന്നത്, ഇല്ല ഈ 6000 കോടിയൊന്നും ഇല്ല, എന്റെ കാർ തന്നെ നോക്കൂ, ഞാൻ പുതിയ കാറൊന്നുമല്ല, ഞാൻ വാസവന്റെ കാറാണ് ഇപ്പോൾ ഓടിക്കുന്നത്, വെള്ളക്കാർ മതി, എനിക്ക് കിയാ കാർണിവലൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. എങ്ങോട്ടാണ് ഈ കേരള രാഷ്ട്രീയം പോകുന്നത്? എന്താകും ഈ അവസ്ഥ? അത് തന്നെ ഈ പെൺകുട്ടിയുടെ കേസിൽ നിന്നും തുടങ്ങും. ഞാൻ ഇന്നലെ ഈ മീഡിയ വണിന്റെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ ചർച്ച ഞാൻ കണ്ടു. അപ്പൊ അതിൽ ശ്രീ ദാവൂദ് അദ്ദേഹം ഈ ബസ്സിൽ നടന്ന സംഭവത്തെ കുറിച്ച് പറയുന്നത് ശരിക്കും ചിരിച്ച് മണ്ണ് കപ്പും. കാരണം ഇദ്ദേഹത്തിന് ഇത് വെളുപ്പിക്കണമെന്നാണ് ആ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വെളുപ്പിക്കൽ ചർച്ചയാണത്. അപ്പൊ അതിനെങ്ങനെ വെളുപ്പിക്കുമെന്ന് അറിയാതിരിക്കുന്ന ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആ പെൺകുട്ടിയെ നോക്കൂ, മോഡേൺ ആയിട്ടൊരു പെൺകുട്ടിയാണ്, അത് കണ്ടിട്ട് ഇവിടെ ഉള്ളവർക്ക് അസൂയാണ്. പിന്നെ ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് വളരെ വില കൂടിയ ഒരു ബാഗാണ്, അത് കാണുമ്പോൾ അസൂയാണ് കുറച്ചു പേർക്ക്, കുരുവ് പൊട്ടുകയാണ്. അങ്ങനെ മോഡേണും സുന്ദരിയുമായ ആ പെൺകുട്ടിയെ കാണുമ്പോൾ കുരുവെട്ടുന്നവരാണ് ആ പെൺകുട്ടിക്കെതിരെ പ്രതിഷേധവുമായി ഇറങ്ങി ഒരു വിഭാഗം തലേ കിടക്കുന്ന തട്ടം കണ്ടിട്ട് കുരുവെട്ടുന്നവരാണ് മറുവിഭാഗം. ഇതും പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കും. എത്രയായിട്ട് വെളുപ്പിക്കുന്നില്ല. ഏറ്റവും അവസാനമാണ് പുള്ളിയുടെ വജ്രായുധം പുറത്തെടുക്കുന്നത്. ആ കുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ട് ഹാലളകിയിട്ടാണ് ആ കുട്ടിക്കെതിരെ ഈ സൈബർ ബുള്ളിങ് നടക്കുന്നത്. 2, ആ കുട്ടിയുടെ കയ്യിരിക്കുന്ന വില കൂടിയ ബാഗ് കണ്ടിട്ടാണ് സൈബർ ബുള്ളിങ് നടക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡ്രസ്സിങ്. വളരെ മോഡേൺ ആയിട്ട് നടക്കുന്ന ഡ്രസ്സിങ് ഇട്ടിട്ടാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ദാവൂദ് ശരിക്കും പറയാം മോഡേൺ ഡ്രസ്സിങ്ങും കണ്ടിട്ടില്ല, സൗന്ദര്യവും കണ്ടിട്ടില്ല, നല്ല ബാഗും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. വെളുപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അത് എത്ര നിലവാരം തന്നിട്ടാണ് ആ വെളുപ്പിക്കൽ എന്ന് ആലോചിച്ചത്. പക്ഷെ വെളുത്തില്ല, അതാണ് അങ്ങനത്തെ സാധനം. കാരണം കാണിച്ചത് തെറ്റാണ്, അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോ അത് തട്ടവിട്ടാലും തട്ടവിട്ടില്ലെങ്കിലും, ഇനി കൊന്തയിട്ടിട്ടാണെങ്കിലും രുദ്രാക്ഷ ഇട്ടിട്ടാണെങ്കിലും കാണിച്ചത് പോക്കൃതം തന്നെയാണ്. അത് വെളുപ്പിക്കാനേ പാടുള്ളൂ, എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പറയാനൊരു പാടുമില്ല ദാവൂദിന്. ദാവൂദിനെതിരെയായിരുന്നെങ്കിൽ ദാവൂദ് പറയാൻ പോകുന്ന ഇത് ഞാൻ പറഞ്ഞുതരാം. ആ പെൺകുട്ടിയെ നോക്കൂ, മേക്കപ്പ് ഇട്ടിരിക്കുന്നു, നമ്മുടെ മതത്തിൽ അത് അനുവദനീയമാണെന്ന് ചോദിക്കാം. രണ്ടാമത്, ആ പെൺകുട്ടിയെ നോക്കൂ, പാട്ട് കേൾക്കുന്നു, ഒരു ഹെഡ്ഫോൺ കാതിൽ വെച്ചിട്ടുണ്ട്, പാട്ട് കേൾക്കുക, അതും തെരുവിൽ ഇരുന്നുകൊണ്ട് പാട്ട് കേൾക്കുക, ഇത് എവിടത്തെ ഇതാണ് എന്ന് പറയാം. അങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ അതിനെതിരെ പറയാൻ ദാവൂദിന് അതിനകത്തോട്ട് കേട്ടോ.
പക്ഷെ അതിപ്പോ പറയുന്നില്ല ദാവൂദ്, പിന്നീട് അവരുടെ മാസികയിലും വല്ലതൊക്കെ എഴുതുമായിരിക്കും. ഇനി അത് പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ മുസ്ലിം ലീഗുകാർ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. കാരണം വെള്ളാപ്പള്ളി കഴിഞ്ഞ് കുറെ കാലമായി മുസ്ലിം ലീഗിനെതിരെ പരസ്യമായിട്ട് ഒരുപാട് വിമർശനം നടത്തിയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പൊ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗിന് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്താനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അതിനകത്ത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം അവരെ രാഷ്ട്രീയമല്ലേ, നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മതമേലധ്യക്ഷന്മാരോ സമുദായ നേതാക്കളോ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ സ്വാഭാവികമായി ആ രാഷ്ട്രീയ പാർട്ടിക്ക് അവരെ തിരിച്ചു പറയാനുള്ള അധികാരമുണ്ട്. അപ്പം അത് അവർ ലീഗ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് ഇച്ചിരി കടുത്ത ഭാഷയിലായി പോയി എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് നമ്മൾ കാണുന്നത്. അത്തരം ഭാഷകൾ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് ചെയ്തിരിക്കുന്നു. പക്ഷെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സംഭവം നടന്നു കഴിഞ്ഞ ദിവസം. എനിക്ക് തോന്നുന്നു കോതമംഗലം SNDP യൂണിയന്റെ ഒരു ഭാഗമായി നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീ തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവല്ല, അവിടെ ആത്മീയ ആചാര്യന് തുല്യമുള്ള നേതാവാണ് തങ്ങൾ. അതായത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഈ ലീഗ് അടക്കമുള്ള എല്ലാവരും കാണുന്ന, കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണുന്ന ഒരു വ്യക്തിത്വമാണ് തങ്ങൾ. ആ തങ്ങളെ തെരുവിലേക്ക് വലിച്ചഴക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും തങ്ങൾക്കെതിരെ പച്ചത്തെറി വിളിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും മറ്റൊന്ന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്ന നിലയിലേക്ക് അത് മാറുകയും ചെയ്തു. അതായത് അവിടെ CPM-കാരുടെ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചത്, 10 വർഷം ഒരു കോലം തങ്ങളെ തെറി കേൾപ്പിക്കാതെ കോലം കത്തിക്കാതെ കാത്തുരക്ഷിച്ചവരാണ് ഞങ്ങൾ, കണ്ടോന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അവിടെ CPM പറയുന്നത് നമുക്കിത് ഗ്യാലറിയിൽ ഇരുന്ന് കാണാമെന്നാണ്. CPM-ന് ജീവിതകാലം മുഴുവൻ ഗ്യാലറി ഇരിക്കുകയേ ഉള്ളൂ, അവർക്ക് ഇറങ്ങിക്കളിക്കാൻ പറ്റില്ല. കാരണം കേരളം ഇതേ രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ CPM-ന് റോൾ എടുക്കാൻ പറ്റില്ല. കാരണം ഒരു ഭാഗത്ത് മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും നിൽക്കുന്നു, മറുഭാഗത്ത് ഹിന്ദുക്കളാണ് നിൽക്കുന്നതെങ്കിൽ CPM ഏത് സ്റ്റാൻഡാണ് എടുക്കുന്നത്? CPM-ന് സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരെയും ലീഗ് പരസ്യമായി ചീത്ത വിളിച്ചപ്പോഴും CPM-ന്റെ ഒരു SFIയുടെ ഒരു നേതാവ് പോലും ഇത് പിന്തുണയുമായി ഇങ്ങനെ പറയല്ലേ എന്ന് പോലും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയില്ല. കാരണം ഈ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും നിലകൊണ്ടത്. ഒരു സഖാവെങ്കിലും പറഞ്ഞോ? അത് ഇല്ല. നേരെ മറിച്ച് SFIയുടെ ഒരു പയ്യൻ, ഏതാണ് ഒരു നേതാവ് പറഞ്ഞത്, മുസ്ലിം ലീഗിനെതിരെ സംഘപരിവാർ ഉറഞ്ഞു തുള്ളുന്നു എന്നാണ് SFIയുടെ നേതാവ് പറയുന്നത്. ഇതാണ് ഇവന്മാരുടെ മതേതരത്വം. അതായത് സ്റ്റാൻഡില്ല, അവിടെ നിൽക്കണോ പറ്റില്ല, ഇവിടെ നിൽക്കണോ പറ്റില്ല. ഇനി ഹിന്ദു വിഭാഗത്തിൽ ഹിന്ദു സമുദായങ്ങളുടെ ഒപ്പം ഈ ഇടതുപക്ഷം നിന്നില്ല എങ്കിൽ സംഭവിക്കുന്നത്, അവരിപ്പോ ചവിട്ടിയിരിക്കുന്ന ഒരു പിടി മണ്ണുണ്ട്. ഒരു പിടി മണ്ണ്, ഞാൻ എടുത്തു പറയുന്ന ആ വാക്ക്, ഒരു പിടി മണ്ണിലാണ് ചവിട്ടി നിൽക്കുന്നത്. ആ മണ്ണൂടെ ഒലിച്ചു പോകും. യാതൊരു തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ അത് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഒലിച്ചു പോവുക തന്നെ ചെയ്യും. കാരണം അവർക്ക് അതിന് നിലപാടെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ശരിയാണോ എന്ന് നോക്കണം. പിന്നെ ഇനി അടുത്ത ഒരു വലിയ വിഷയമുണ്ട്. ഒന്ന്, മന്ത്രിസഭാ രൂപീകരണം വരുന്നു. ലീഗിന് 5 മന്ത്രിമാരെ, കോൺഗ്രസിൽ നിന്നും 2 മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിമാർ, 5-2-7, ജമാഅത്ത് ഇസ്ലാമിയുടെ മുസ്ലിം ലീഗിന്റെ നോമിനിയായ സതീശൻ മുഖ്യമന്ത്രി, അങ്ങനെ ടോട്ടൽ 8 ആ വിഭാഗത്തിന് തന്നെ വന്നു. സതീശൻ പേരുകൊണ്ട് മാത്രം ഇതായിട്ട് ഇപ്പൊ 8 പേര് അവിടെ വന്നു. ക്രിസ്ത്യൻസിന് 3 മന്ത്രിസ്ഥാനം കിട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ തന്നെ 8ഉം 2 10 11 21 പേരെയാണ് ഉള്ളത്. പിന്നെ ഉള്ളത് വെറും 10 മന്ത്രിമാരാണ് ഉള്ളത്. അതിലൊന്ന് സംവരണത്തിൽ പോകും. പിന്നെ ഉള്ളത് 9 ആണ്. ആ 9-ൽ നിന്ന് ആണ് ഈ നാടിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തിന്റെ മന്ത്രിമാരുള്ളത് എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം. പക്ഷെ ഇതിനകത്ത് നമുക്ക് അതിനകത്തൊന്നും ഇടപെടാനോ സംസാരിക്കാനോ കഴിയില്ല. കാരണം അത് ആ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് ആര് വരണം. ഇപ്പം ലീഗിന് 10 മന്ത്രിമാരെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാനില്ല. കാരണം ആ പാർട്ടി മത്സരിച്ചു. കാരണം കേരളത്തിലുള്ള ജനം വോട്ട് ചെയ്തത് ഇതിനൊക്കെ വേണ്ടിയാണല്ലോ. UDF-ന് അവർ 102 സീറ്റ് ജയിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് നന്നായി അറിയാം. ലീഗ് ഉണ്ട്, അതിൽ RSP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും കേരള കോൺഗ്രസ് ഉണ്ട്, അവരെല്ലാം കൂടെ ചേർന്ന് ഭരിക്കാനാണ്. അപ്പൊ അവരെത്ര മന്ത്രിമാരെ വെക്കുന്നു എന്നുള്ളത് ഈ ജനത്തിന്റെ വിഷയമല്ല, എങ്ങനെയാണ് ഭരണം പോകുന്നത് എന്നുള്ളതാണ് വിഷയം. ഇതിനിടയിലാണ് കേന്ദ്രത്തിന്റെ പുതിയൊരു കെണിയുമായിട്ട് ഒരു കേന്ദ്രത്തിന്റെ ഒരു വരവ് വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിലെ ശ്രീ സുവേന്ദ്ര അധികാരി PM ശ്രീയുടെ ഒപ്പുവെച്ചു. കാരണം വെസ്റ്റ് ബംഗാൾ PM ശ്രീ ഇതൊരു ഒപ്പുവെച്ചിട്ടില്ല. അതായത് കേരളത്തിലെ സഖാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെസ്റ്റ് ബംഗാൾ ഞങ്ങളും മമതയും മാത്രമാണ്, തമിഴ്നാടും സ്റ്റാലിനും മാത്രമാണ് ഇതിൽ ഒപ്പുവെക്കാൻ. അതിൽ ബംഗാൾ ഒപ്പുവെച്ചു. ബംഗാൾ ഒപ്പുവെച്ചപ്പോൾ കേന്ദ്രം ഇതുവരെ പറയാത്തൊരു വലിയ ഡയലോഗാണ് പറഞ്ഞിരിക്കുന്നത്. PM ശ്രീ കേരളം തമിഴ്നാടും ഒപ്പുവെച്ചാൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് തരാം. സാധാരണഗതിയിൽ കേന്ദ്രത്തിന്റെ സ്കീമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നടപ്പാക്കേണ്ട തുക നമ്മൾ ചെലവാക്കിയില്ല, നമ്മളത് വേണ്ടാന്ന് വെച്ച് എന്തെങ്കിലും കാരണം വെച്ച് ആ പൈസ പിന്നെ തരില്ല, അടുത്ത ഗഡുവേ തരൂ. അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. കേരളത്തിൽ PM ശ്രീ ഒപ്പുവെച്ചതാണ്, 95 കോടി രൂപ വാങ്ങുകയും ചെയ്തു. അതിന്റെ പണി മുമ്പോട്ട് പോയില്ല. ആ പൈസ പിന്നെ കേന്ദ്രം തരത്തില്ല. പക്ഷെ കേന്ദ്രം ഇവിടെ വെച്ചു കൊടുത്തിരിക്കുന്ന കെണി എന്താണെന്നറിയാവോ? നിങ്ങൾ ഒപ്പിടാമെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന 1500 കോടി രൂപയാണ് ഇപ്പൊ തന്നേക്കാണ്.
ഇപ്പോഴാണെങ്കിൽ കാക്കാശില്ലാതെ തെണ്ടിത്തിരിച്ച് നിൽക്കുകയാണെന്നാണ് AK ആന്റണിയും VD സതീശനൊക്കെ പറയുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് വാങ്ങിയാലേ ഇത് വിദ്യാഭ്യാസ രംഗത്ത് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇത് വാങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഇത് വാങ്ങാൻ സമ്മതിക്കത്തില്ല, കാവ്യവൽക്കരണം നടക്കുമെന്നാണ് പറയുന്നത്. ഇതിലും വലിയൊരു രസകരമായിട്ടൊരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു. ശ്രീ VD സതീശൻ അദ്ദേഹം പിണറായി വിജയന്റെ വീട്ടിൽ ചെല്ലുന്നു, സംസാരിക്കുന്നു, ചോദിക്കുന്നു കൊച്ചുമക്കളൊക്കെ എവിടെയാ പഠിക്കുന്നതെന്ന്. CBSE പഠിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പാഠ്യപദ്ധതി പൂർണ്ണമായി നടപ്പാക്കുന്ന CBSE കൊച്ചുമക്കൾ, പിണറായിയുടെ കൊച്ചുമക്കൾ പഠിക്കുന്നത്. ആ പിണറായിയാണ് PMCക്കെതിരെ ഘോരവരം പ്രസംഗിക്കുന്നത്. ഈ നേതാക്കന്മാരുടെ ഒക്കെ മക്കൾ CBSE പഠിക്കുന്നത്. CBSE എന്ന് പറഞ്ഞ PMCയേക്കാൾ കട്ടിയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ആ നിയമങ്ങളും കാര്യങ്ങളും കറക്റ്റായിട്ട് അനുസരിച്ച് പോകുന്ന സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതായത് ഇവരുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, പാവപ്പെട്ടവന് നല്ല വിദ്യാഭ്യാസം കിട്ടരുത്, അവനെന്നും അടിമകളായിട്ട് നിൽക്കണം, ഞങ്ങളുടെ കൊടി പിടിക്കണം, എന്നാൽ മാത്രമല്ല പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവരുടെ ആരുടെയെങ്കിലും മക്കൾ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്? ഇല്ല. അവൻ ചോർന്നൊലിക്കുന്ന സർക്കാർ കെട്ടിടത്തിലിരിക്കണം, മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ലാത്തടത്ത് അവന്റെ പെൺകുട്ടികൾ പഠിക്കണം എന്നൊക്കെയാണ് ഇവരുടെ ഒരു ചിന്ത. അങ്ങനെ പറയരുത്. കാരണം ശിവൻകുട്ടി അപ്പൂപ്പൻ സർക്കാർ സ്കൂളുകളൊക്കെ ഹൈടെക് ആക്കി കഴിഞ്ഞു എന്നാണ് സഖാക്കൾ തള്ളിമറിക്കുന്നത്. സർക്കാർ ഇത്തവണ ആര് തോറ്റതിലും അവർക്ക് വിഷമമില്ല. പക്ഷെ അപ്പൂപ്പനെ പിള്ളേർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നാണ് സഖാക്കൾ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഭയങ്കര ഹൈടെക് ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിപ്പോ ഈ മഴക്കാലം കഴിയുമ്പോൾ അറിയാം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ അവധിക്കാലത്ത് ഈ അധ്യാപകർക്ക് ഒരു കോഴ്സ് ഉണ്ട്, അവധിക്കാല കോഴ്സ് ഉണ്ട് എല്ലാ ഇതിലും. ഇത്തവണ അവധിക്കാല കോഴ്സ് പൈസ ഇല്ലാതൊന്നും നടന്നിട്ടില്ല. പാഠപുസ്തകത്തിന്റെ അച്ചടി എങ്ങും എത്തിയിട്ടില്ല. അതൊക്കെ അപ്പൂപ്പന്റെ കഴിവുകേടാണ്, പാഠപുസ്തകം അച്ചടിക്കാത്ത. അല്ലാതെ പുതിയ സർക്കാരിന്റെ അല്ല, പുതിയ സർക്കാർ വരുന്നതല്ലേ ഉള്ളൂ. പാഠപുസ്തകം നേരത്തെ അടിച്ചിറക്കേണ്ടതാണ്, അത് അപ്പൂപ്പൻ ചെയ്തിട്ടില്ല. അപ്പൂപ്പൻ കൊലച്ചതിയാ പിള്ളേരോട് ചെയ്തിട്ട് വരും. ശരിയാ പറഞ്ഞു, പിള്ളേർ ഓർക്കും അപ്പൂപ്പനെ. കാരണം ഈ പാഠപുസ്തകം കിട്ടാൻ വരുമ്പോൾ ഓർക്കും. ആ കാലമാടം കാരണമാണല്ലോ ഈ പാഠപുസ്തകം കിട്ടാത്തത്. പരീക്ഷ കൃത്യസമയത്ത് തന്നെ നടത്തണ്ടേ. പാഠപുസ്തകം ലേറ്റ് ആകുന്നു പറഞ്ഞ് ഓണവും ക്രിസ്മസും ഒക്കെ മാറി നിൽക്കത്തില്ല. എന്നാൽ ശരി, ക്രിസ്മസ് ഡിസംബർ 25 മാറ്റി അടുത്ത മാർച്ച് 31 പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ കൃത്യമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ PMCയിൽ ഒപ്പിടുകയില്ല എന്നുള്ളതാണ് നമ്മൾ കൗതുകത്തോട് നോക്കുന്നത്. ഒപ്പിട്ടാൽ ഇത്ര പൈസ കിട്ടും, കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഒപ്പിടാതെ നാളെ കേന്ദ്രത്തെ കുറ്റം പറയാൻ പറ്റുമോ? ഞങ്ങൾ ഒപ്പിട്ടില്ല എന്ന് ധീരവീരം പറയുകയും നാളെ വിദ്യാഭ്യാസ മേഖലയിൽ കുറവുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനം ചോദിക്കത്തില്ല, എടാ അവര് പൈസ വെച്ച് നീട്ടിയതല്ലേ, പൈസ കൊണ്ടുപോക്കളാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്താ മേടിക്കാഞ്ഞത്, അത് മേടിച്ചിരുന്ന സുന്ദരമായി നടത്താൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവരെന്ത് പറയും? ഇതിനകത്ത് രസകരമായ കാര്യം എന്താ വെച്ചാൽ ധനുഷേ, ഈ കേരളത്തിനായാലും തമിഴ്നാടിനായാലും ഇനി ഏത് സ്റ്റേറ്റിനായാലും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാതെ ഒരു ഇഞ്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല. പഴയകാല സർക്കാരുകളായിരുന്നു എങ്കിൽ അവര് ഇത്ര രൂപ ഫണ്ട് അനുവദിക്കുകയാണ്, ക്യാഷ് അനുവദിക്കുക ചെയ്യുന്നത്. അത് സംസ്ഥാന സർക്കാരിന് ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പൊ അങ്ങനെയല്ല, 10 രൂപ കൊടുത്ത് അതിന് കണക്ക് കൊടുക്കണം, കാര്യങ്ങൾ കൊടുക്കണം. അത് അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അത്തരം പദ്ധതികൾ നടപ്പാക്കുമ്പോൾ മാത്രമേ വികസനം ഉണ്ടാകൂ. അല്ലാതെ കേരളം പോലെ ഒരു കുന്തവും ഇല്ലാത്തടത്ത് കൊണ്ട് വികസനം ഉണ്ടാക്കിക്കാൻ പറ്റും. വിജയ് കടന്ന് വട്ടക്കൊട്ട വെള്ളം കൊടുത്തത് തമിഴ്നാട്ടില്. ഇപ്പൊ അവിടെ വരുന്ന പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 അങ്ങോട്ട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു സ്ത്രീ പെൻഷൻ. അവര് പറയുന്നത് വേണ്ട, ഞങ്ങളുടെ പഴയ 1000 കൃത്യമായിട്ട് താ, അത് കിട്ടിയിട്ട് കുറച്ച് നാളായി, അതെങ്കിലും ഒന്ന് അനുവദിക്കുന്ന പറയുന്നത്. ഇതാണ് അവസ്ഥ. കേരളത്തിൽ ഇതിലും പരിതാപകരമാണ് അവസ്ഥ. ഇവര് മോദിയെ ചീത്ത വിളിക്കാം, കേന്ദ്രം തന്നില്ലെന്ന് പറയാം. ഇത് പറഞ്ഞുകൊണ്ട് 5 വർഷം നിന്നിട്ട് എങ്ങനെ മുമ്പോട്ട് പോകും? കേരളത്തിലെ ജനം പ്രബുദ്ധരായതുകൊണ്ട് അവർ വീണ്ടും ഒരു ചാൻസോടെ വീണ്ടും കൊടുക്കും കോൺഗ്രസിന്, എനിക്ക് തോന്നുന്നു, UDFന് എന്ന് തോന്നുന്നു. പക്ഷെ കേരളത്തിൽ ഇപ്പോഴങ്ങനെയല്ല നമ്മൾ കാണുന്നത്. സമുദായ സംഘടനകളും മതസംഘടനകളും വല്ലാതെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. കാരണം തങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദരണീയരായ വ്യക്തികളായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തെ പോലും തെരുവിലേക്ക് വലിച്ചടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ തന്നെ SNDP ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ തെരുവുകളിൽ ഇറങ്ങി ഇതേപോലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതൊരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പം സഖാക്കൾ മാത്രമല്ല, BJPയും ഗാലറിയിൽ തൽക്കാലം ഇരിക്കുക എന്നേ പറയാനുള്ളൂ. കാരണം ഇവരെ ഏറ്റുമുട്ടി ഒരു പരുവമാകുമ്പോൾ ഇറങ്ങിയാൽ മതി, എന്താണ് അവസ്ഥ എന്ന് അറിയുക എന്നുള്ളതാണ്. ഇതിനകത്തേക്ക് സൈലന്റ് ആയിപ്പോയ ഒരു വിഭാഗമുണ്ട്, അത് നമ്മുടെ ക്രിസ്തീയ വിഭാഗമാണ്. അവരെന്താണ് ഇത് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അതൊക്കെ ഇനി പുതിയ നിയമസഭാ സമ്മേളനമൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ.